എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു OneDayTrip. ഇന്ന് ഞങ്ങളുള്ളത് മൗണ്ട് ഡിയാബ്ലോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് ബേ ഏരിയയിൽ തന്നെ 4th ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ്റെ മേലെയാണുള്ളത്. 3843 അടി മേലെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. വരും. ഇതാണ് മൗണ്ട് ഡിയാബ്ലോയിലേക്ക് പോകുന്ന റോഡ്. ഭയങ്കര രസമാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ വയനാട് ചുരം കയറുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാരോ ആണ്. എപ്പോഴും കുറേ ബൈക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭയങ്കര സൂക്ഷിച്ചിട്ട് വേണം ഈ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ മൗണ്ട് ഡിയാബ്ലോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് $10 പാർക്കിംഗ് ചാർജസ് ഉണ്ട്. അപ്പം പാർക്കിംഗ് നമ്മൾ പേ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ഒരു വലിയൊരു റൂട്ട് മാപ്പ് തരും. അപ്പം ഏത് ട്രെയിനിലാണോ നമുക്ക് ഹൈക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമുക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റും. ഈ മൗണ്ട് ഡിയാബ്ലോൻ്റെ ടോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സമ്മിറ്റ് വിസിറ്റർ സെൻറ്റർ ഉണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ വിസിറ്റർ സെൻറ്ററിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടുത്തെ ഈ മൗണ്ട് ഡിയാബ്ലോൻ്റെ എംബ്ലമുള്ള ക്യാപ്സും ടീഷർട്ട്സും പിന്നെ പ്ലഷ് ടോയ്സ് ഉണ്ട്, മാഗ്നറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്വെനിയേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. മൗണ്ട് ഡയബ്ലോൻ്റെ ടോപ്പസ്റ്റ് പൊസിഷനിലാണ്. അതായത് മൗണ്ട് ഡയബ്ലോൻ്റെ സമ്മിറ്റിലാണ്. 3849 ഫീറ്റ് മേലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് മൗണ്ട് ഡയബ്ലോൻ്റെ ടോപ്പ്. ഇതിൻ്റെ മേലെയാണ് അവർ ഈ വിസിറ്റർ സെൻറ്റർ കെട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ വിസിറ്റർ സെൻറ്ററിൻ്റെ മേലെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി വ്യൂ ആണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈറ്റ് ഹൗസ് പോലെ എന്തോ ഒന്നും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഡെക്കിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. നല്ല എക്കോ അടിക്കുന്നില്ലേ? ഇത് പണ്ടത്തെ ഒരു ലൈറ്റ് ഹൗസ് ആയിരുന്നു. ലൈറ്റ് ഹൗസ് ഫോർ എയറോപ്ലെയിൻ. അതിൻ്റെ മേലെ കൂടെ പറക്കുന്ന എയറോപ്ലെയിന് എന്താ പറയുക, സിഗ്നൽ കൊടുക്കാനുള്ള ഒരു ലൈറ്റ് ഹൗസ് ആയിരുന്നു ഇത്. ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല, പണ്ടത്തെ ലൈറ്റ് ഹൗസ് ആണ്. ഇപ്പോൾ ലഞ്ച് ടൈമായി, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പിക്നിക് സ്പോട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നതാണ്. രാവിലെ ഉണ്ടാക്കിയ ടൊമാറ്റോ റൈസൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ പ്ലേറ്റ് ഒന്നും എടുത്തിട്ട് വരാറില്ല കേട്ടോ. ഞങ്ങൾ ഈ കാസറോളിൽ ഇങ്ങനെ തന്നെ 2 സ്പൂൺ വെച്ചിട്ട് ആണ് കഴിക്കാറ്. ഇതാകുമ്പോൾ പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് പാത്രം കഴുകാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് എടുത്തിട്ട് കഴുകിയാൽ മതി. പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഈ ഒരു ചെറിയ ഹൈക്കും കൂടി ഉണ്ട്, അത് ചെയ്യാൻ പോവാണ്. റോക്ക് സിറ്റിയിലാണ്.
അപ്പോൾ ഈ റോക്ക് സിറ്റിയിൽ നിറയെ ഇതേപോലത്തെ വലിയ വലിയ റോക്സ് ആണുള്ളത്, പല ഫോർമേഷൻസിലുണ്ട്. അപ്പോൾ ഇവിടെ ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടണം കേട്ടോ, അല്ല കിതയ്ക്കണോ. അപ്പം നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും ആൾക്കാർ മോശമൊന്നുമില്ല, എല്ലാവരും പേരൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. നമുക്കിവിടെ ഫുള്ളൊന്ന് കറങ്ങിയിട്ട് വരാം. ഇതാണ് റോക്ക് സിറ്റിയിലുള്ള വിൻ കേവ്സ്. ഇവിടെ വരുന്ന എല്ലാവരും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മൗണ്ട് ഡിയബ്ലോ ആൻഡ് റോക്ക് സിറ്റി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റോക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ മൗണ്ട് ഡിയബ്ലോയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ബേ ഏരിയയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇവിടെ കുറേ ട്രെയിൽസ് ഉണ്ട്. ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹൈക്ക് ചെയ്യാൻ പറ്റണില്ലെന്ന് ഭയങ്കര തലവേദന. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.